നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാൻ താല്പര്യമുള്ളവരാണ്. ദൂരദേശങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് വലിയ ഉത്സാഹമാണ്. ഉദാഹരണത്തിന് ടൂറിനൊക്കെ പോവുക, എക്സ്കർഷന് പോവുക എന്നൊക്കെ പറയുമ്പോൾ അതെപ്പോഴും നമുക്കൊരു ആനന്ദമാണ്. ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചും അവന് വളരെ ആഗ്രഹമായിരുന്നു ദൂരദേശങ്ങളിലേക്കൊക്കെ ഒന്ന് പോകണമെന്ന്. അപ്പം അങ്ങനെ ആഗ്രഹിച്ച് അദ്ദേഹം ഇരിക്കുമ്പോൾ ഒരിക്കൽ അതിന് ഉള്ള ഒരു സോഴ്സ് വേണമല്ലോ. തൻ്റെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് വരേണ്ടുന്ന ആ പങ്കൊക്കെ ഇങ്ങ് തരണം എൻ്റെ പപ്പ. ഉടനെ ആ മനുഷ്യൻ 2 ആമക്കളല്ലേ, 2 പേർക്കും തൻ്റെ സ്വത്ത് വീതം വെച്ചു. കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തനിക്ക് കിട്ടിയ ഷെയർ എല്ലാം കൂടെ സ്വരുക്കൂട്ടി ഇളയ മകൻ ഒരു യാത്ര പോയി. ദൂരദേശങ്ങളിലേക്ക് പോയി തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാനാണ് ആ പണം കൊണ്ട് അദ്ദേഹം ശ്രമിച്ചത്. ധാരാളം കൂട്ടുകാരെ കിട്ടി, ഭക്ഷണത്തിന് ഭക്ഷണം, മറ്റ് വിനോദമാർഗങ്ങൾ, അങ്ങനെ എല്ലാ നിലയിലും തനിക്ക് കിട്ടിയതെല്ലാം അവിടെ ചെലവഴിച്ച് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തൻ്റെ കയ്യിലുള്ളതെല്ലാം ചെലവിട്ടു, മുഴുവൻ തീർന്നു. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ആ ദേശത്തൊരു ക്ഷാമവും ഉണ്ടായി. ഭക്ഷണം പോലും കഴിക്കാനുള്ള നിവൃത്തിയില്ലാതെ അദ്ദേഹം ആകെ പരവേശപ്പെട്ട് ആ ദേശത്തിലെ ഒരു മനുഷ്യനോട് ചെന്ന് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വകയ്ക്കായിട്ട് ഒരു ജോലിയെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ കിട്ടാൻ അദ്ദേഹം അപേക്ഷിച്ചു. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പന്നികളെ മേയ്ക്കാൻ ഇദ്ദേഹത്തെ വയലിലേക്ക് പറഞ്ഞു വിടുന്നു. പന്നി തിന്നുന്ന ആ ഭക്ഷണ പദാർത്ഥങ്ങളെങ്കിലും തിന്നാൻ അദ്ദേഹം ആഗ്രഹിച്ചുവെങ്കിലും ആരും അദ്ദേഹത്തിന് കൊടുത്തില്ല. സത്യത്തിൽ നോക്കി, അദ്ദേഹത്തിന് അവിടെ ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ പന്നിക്ക് തിന്നാനുള്ളതുണ്ട്, അദ്ദേഹത്തിൻ്റെ യജമാനന് തിന്നാനുള്ളതുണ്ട്. ഇദ്ദേഹം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. താൻ വിട്ടേച്ചു പോകുന്ന തൻ്റെ ഭവനമുണ്ടല്ലോ, തൻ്റെ അപ്പൻ്റെ ഭവനം, അവിടുത്തെ വേലക്കാർ പോലും തിന്നേച്ച് ബാക്കി കൊണ്ടേ കളയുക. അത്ര സുഭിക്ഷമായി ഇവരെല്ലാം കഴിയുമ്പോൾ താൻ തൻ്റെ തന്നെ ജീവിതത്തിലേക്ക് നോക്കി. വിശുദ്ധ തിരുവെഴുത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 വാക്യങ്ങളിലാണ് ഈ വേദഭാഗം അല്ലെങ്കിൽ ഈ ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം സുബോധം വരിക എന്നുള്ളൊരു വാക്ക് അവിടെ കാണുന്നു. ഈ ഇളയ മകനായ, പൊതുവെ ആൾക്കാരെല്ലാം മുടിയമ്പുത്രൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഈ ഇളയ മകന് സുബോധം വന്ന ഒരു സമയത്തെക്കുറിച്ച് പ്രത്യേകം എഴുതിയിരിക്കുക. സുബോധം, അപ്പോൾ അവന് സുബോധം വന്നിട്ട് അവൻ തൻ്റെ തന്നെ ജീവിതത്തെക്കുറിച്ച് ഓർത്തു. ഞാൻ ഇന്ന് കിടക്കുന്ന അവസ്ഥ, എൻ്റെ ഇന്നത്തെ പരിതാപകരമായ സ്ഥിതി, എന്നാൽ ഞാൻ വിട്ടേച്ചു പോകുന്ന അപ്പൻ്റെ ഭവനം, അവിടുത്തേതായ സുഭിക്ഷത, കാര്യങ്ങളെല്ലാം അദ്ദേഹം ചിന്തിച്ചപ്പോൾ ഒരൊറ്റ സെന്റൻസ് അവിടെ പ്രത്യേകം എഴുതിയിരിക്കുകയാണ്. ഞാൻ എഴുന്നേക്കും, ഞാൻ ഇവിടുന്ന് എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചേക്കും. ഞാൻ ചെന്നിട്ട് എൻ്റെ അപ്പനോട് പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും ഞാൻ പാപം ചെയ്തു. ഇനി അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടാനുള്ള പദവിയോ യോഗ്യതയോ ഒന്നും എനിക്കില്ല. അതുകൊണ്ട് എന്നെ പുത്രനല്ല, ഇവിടുത്തെ ഒരു ദാസനായിട്ട് എന്നെ കണക്കാക്കിയാൽ മതി. അതിനുള്ള യോഗ്യതയേ ഉള്ളൂ എന്ന അർത്ഥത്തിൽ അദ്ദേഹം തൻ്റെ താൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു. സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്ന് നമ്മുടെ പ്രവൃത്തികളോ വാക്കുകളോ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ എന്ന് ഒന്ന് സ്വയം വിലയിരുത്തുന്നത് നന്നായിരിക്കും. ക്രൈസ്തവ സമൂഹത്തിലെ വലിയൊരു പങ്കും പള്ളി മുറ്റം കൊണ്ട് ഒതുങ്ങി നിൽക്കുമ്പോൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കേട്ട് മടങ്ങിപ്പോരുമ്പോൾ വ്യക്തിപരമായി അവരവരുടെ ഹൃദയങ്ങളിൽ യേശുക്രിസ്തുവുമായിട്ട് ആഴമേറിയ ഒരു ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചിന്ത. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുക്രിസ്തുവുമായിട്ടൊരു വ്യക്തിപരമായ ആഴമേറിയ സുദൃഢമായ ബന്ധമില്ലെങ്കിൽ ആ ജീവിതത്തിൽ യേശുക്രിസ്തുവുമായിട്ട് നമുക്ക് എന്താണ് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാനുള്ളത്? അതായത് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം ഏറ്റവും വലിയ കാര്യമാണ്. സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവദേശത്ത് നഷ്ടപ്പെട്ട് അവരെ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ദൈവം ഒരു മനുഷ്യനായി ഇറങ്ങി വന്നതത്രേ യേശുക്രിസ്തു. സകല മനുഷ്യൻ്റെയും പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട്
പാപം ചെയ്യാത്ത യേശു പാപം ഏറ്റെടുത്ത് പാപത്തിന്റെ ശമ്പളമായ മരണം വരിപ്പാനിടയായിത്തീർന്നു. കാൽവരി ക്രൂശിൽ യേശു കർത്താവ് രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ ഇടയിൽ അഥവാ കള്ളന്മാരുടെ ഇടയിൽ ഈ പാവം മുഴുവൻ ഏറ്റെടുത്ത് തൻ്റെ അവസാനത്തുള്ള രക്തം വരെ ഊറ്റി മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് ആർക്കോ വേണ്ടിയെന്നല്ല, സത്യത്തിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവ പൈതലേ, പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ നാം ചെയ്യേണ്ട, നാം അനുഭവിക്കേണ്ട ആ ശിക്ഷ മുഴുവൻ യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഈ കണ്ട ഇളയ പുത്രന്റെ ജീവിതത്തിൽ അവന്റെ പിതാവ് അവന്റെ കൂടെയില്ല, അവന്റെ സഹോദരൻ കൂടെയില്ല, അവന്റെ മാതാവ് കൂടെയില്ല, അവനുമായി ബന്ധപ്പെട്ട ആരും അവിടെ ഇല്ലാത്തിടത്ത് അവനേരോ ദൂരദേശത്ത് ആരുമില്ലാത്തവനായി. അല്പസമയം മുമ്പ് അവൻ്റെ പണം ഉണ്ടായിരുന്നപ്പോൾ അവന് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ കയ്യിൽ ചെലവിടുവാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സഹായിപ്പാനും നമ്മുടെ ആജ്ഞാനുവർത്തികളായി ഒരുപാട് പേര് നമ്മുടെയും ചുറ്റും കാണും. പക്ഷെ ആ സമയമൊക്കെ പോകും, കൂടെയുള്ളവരൊക്കെ കാലുമാറും. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ വളരെ അവൻ ഭാരപ്പെട്ട സമയത്ത് ദൈവത്തിൻ്റെ മഹാകരുണയാൽ അവിടെ നടന്ന ഏറ്റവും വലിയ അത്ഭുതം അവന് സുബോധം വന്നു എന്നുള്ളത്. അവനെ തന്നെ ഒന്ന് കാണാനുള്ള ഒരു ബോധ്യം അവനുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു മടങ്ങിവരവാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ദൈവികമായ ബന്ധം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സത്യം. അങ്ങനെയെങ്കിൽ ആ ഇളയപുത്രൻ അവൻ അവിടെ കിടന്ന് ചിന്തിച്ചത് മാത്രമല്ല, അവൻ പ്രവർത്തിക്കുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ് പരമാർത്ഥ സത്യം. അവൻ എഴുന്നേറ്റു. അപ്പൻ്റെ വീട്ടിലേക്ക് താൻ പോകുന്ന യാത്രയിൽ ആ വീട്ടിൽ സംഭവിച്ചിരിക്കുന്ന എന്തെന്നറിയാം? ആ മകന്റെ മടങ്ങിവരവ് പ്രതീക്ഷിച്ച് പോയ അന്ന് മുതൽ അപ്പൻ കാത്തിരിക്കുക. ഈ മകനിലുള്ള വ്യത്യാസങ്ങളോ രൂപമാറ്റങ്ങളോ തൻ്റെ വസ്ത്രമൊക്കെ കീറിപ്പറഞ്ഞതോ മുഷിഞ്ഞതോ പോയ ഒരു മകനായിട്ടല്ല അവൻ വരുന്നത്. ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങൾ, എടുത്തു കാണത്തക്ക നിലയിൽ വ്യത്യാസങ്ങളുള്ള മകനെ ദൂരവേ കാണുന്ന അപ്പൻ തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. നഷ്ടപ്പെട്ടു പോയ മകനെ തിരികെ കിട്ടുവാൻ വളരെ ആവശ്യബോധത്തോടെ കാത്തിരുന്ന പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്ന മകനെ കണ്ടപാടെ അപ്പൻ ഓടിച്ചെന്ന്, സ്തോത്രം നോക്കിയോണേ, അപ്പൻ ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ തുരുതുര ചുംബിക്കുകയാണ്. ആ മകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നറിയാമോ? സുബോധം വന്ന നിമിഷം ഹൃദയത്തിൽ തീരുമാനിച്ചൊരു തീരുമാനം ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നിട്ട് അപ്പനോട് ഏറ്റുപറയും എൻ്റെ കുറവ്. അതുതന്നെ അദ്ദേഹം ചെയ്യുന്നു. അപ്പനോട് പറയുക, വാരിപ്പുണർന്ന് തന്നെ ചുംബിക്കുന്ന അപ്പനോട് ആ മകൻ പറയുക, അപ്പാ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തു. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത്, അല്ലെ സവിശേഷത എന്ന് പറയുന്നത്, എടുത്തു പറയാനുള്ളത് അവൻ്റെ ജീവിതത്തിലെ കുറവുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. പോരായ്മകളെ, പാപപ്രവർത്തികളെ, ദൈവഹിതമല്ലാത്തതായ കാര്യങ്ങളെ, സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി ഓടിയ ഓട്ടത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങി വരിക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിശേഷത. കാരണം സ്വർഗരാജ്യത്തിൽ ദൂതന്മാർ പോലും സന്തോഷിക്കുന്നത് ഒരു മാനസാന്തരപ്പെടുന്ന പാവിയെ ചൊല്ലിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ദൈവത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും ആ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ദൂരദേശത്തേക്ക് പോയ മകനെ പോലെ ജീവിത സാഹചര്യങ്ങളാൽ അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ സന്ദേശം നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നത് ദൈവവചനത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട ഒരൊറ്റ നാമം, അത് യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. പണം കൊണ്ട് നമുക്ക് നേടാൻ കഴിയാത്തത്, നമ്മുടെ കഴിവുകൾ കൊണ്ട് നേടാൻ കഴിയാത്തത്, നമ്മുടെ ബന്ധങ്ങൾ കൊണ്ട് നേടാൻ കഴിയാത്തതായ ആ നിത്യരക്ഷ നേടാൻ ഒരൊറ്റ വഴി, എന്നെ കൂടാതെ ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നുള്ള തിരുവെഴുത്ത് പ്രകാരം യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവും ആദരവായി സ്വീകരിച്ച് ജീവിതത്തിലെ കുറവുകൾ, തെറ്റുകൾ, പാപങ്ങൾ, അകൃത്യങ്ങൾ, ലംഘനങ്ങൾ എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചൊരു അപ്പനെ കണ്ട ആ മകൻ ഓടി വന്നതുപോലെ ദൈവസന്നിധിയിലേക്ക് ഓടി വന്ന്, എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ, എന്നെയും ഒരു കൂലിക്കാരനെ പോലെ എന്ന് അവൻ ആഗ്രഹിച്ചെങ്കിലും അപ്പൻ കൂലിക്കാരനായിട്ടല്ല അവനെ പരിഗണിച്ചത്.
അപ്പനവനെ കണ്ട മാത്രയിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, വേഗം ഇവന് മേൽത്തരമായ അങ്കി കൊണ്ടുവരാൻ. അങ്കി എവിടെ ഉണ്ടായിരുന്നു? ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. അപ്പന്റെ യോഗ്യതയ്ക്കനുസരിച്ച്, ആ അപ്പന്റെ ഭവനത്തിന്റെ യോഗ്യതയ്ക്കനുസരിച്ച് ഒരു മേൽത്തരമായ അങ്കി. നാമൊക്കെ പാപികളായി ദോഷികളായി ദൈവഹിതമല്ലാത്ത വഴിയെ നടക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട രക്ഷയുടെ വസ്ത്രത്തെക്കുറിച്ച് നാം മറന്നു പോകരുത്. നമ്മൾ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൃപയിൽ ദൈവോധന പ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത് ഇന്നോ ഇന്നലെയോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തു മുഖാന്തരമല്ല. ദീർഘമായ സഹസ്രാബ്ദങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നാം ഒരുപക്ഷെ ജനിക്കുന്നത് അഥവാ ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ കണ്ട കർത്താവ് ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇന്നും നമ്മെ സ്നേഹത്തോടെ കാത്തിരിക്കുന്നു. മടങ്ങി വരാം, സ്വർഗീയ സന്തോഷം അനുഭവിക്കാം, ഈ ദൈവകൃപയിൽ മുന്നേറാം, കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കാം, വിശുദ്ധിയോടെ ജീവിക്കാം, ദൈവവചന പ്രകാരം ഒരു സമർപ്പണത്തിനായി ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്ന് അവൻ പറയുന്നതിന് മുമ്പേ എനിക്ക് നഷ്ടപ്പെട്ട വസ്ത്രം തിരികെ കൊടുത്തു, തൻ്റെ കൈക്ക് നഷ്ടപ്പെട്ട മോതിരം കൊടുത്തു, തൻ്റെ കാലിന് ചെരുപ്പിടിവിച്ചു. ആ നഷ്ടപ്പെട്ട സന്തോഷത്തിലേക്ക് മടക്കി വരുത്തിയതുപോലെ ഒരു സുബോധം, ഒരു മടങ്ങി വരവ്, ഒരു വീണ്ടും വിചാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ജീവിതത്തിൻ്റെതായ ഓരോ വഴിത്താരകളിലും ദൈവഹിതത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനഃപൂർവ്വമായി സമ്മതിക്കുന്നു. ആ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണം. കർത്താവെ, അങ്ങയുടെ അടുക്കിലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നു. വചനം കേട്ട് ഒരു പുതു തീരുമാനത്തോടെ ദൈവസന്നിധിയിൽ മടങ്ങി വരുന്ന സകല പ്രിയപ്പെട്ടവരെയും കർത്താവെ, അവിടുത്തെ കരം നീട്ടി തൊട്ടവരെ അനുഗ്രഹിക്കണമേ. സർവാശ്വാസങ്ങളുടെ ഉറവിടമായ കർത്താവെ, അവർക്ക് ആശ്വാസം നൽകണമേ. അവരുടെ ഭാരമേറിയ വിഷയത്തിന്മേൽ അവിടുത്തെ കരത്താൽ വിടുതൽ നൽകണമേ. സന്തോഷകരമായ ആനന്ദകരമായ ഒരു ജീവിതം അപ്പന്റെ ഭവനത്തിൽ പിന്നെയും ലഭ്യമായതുപോലെ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ ഒരു ജീവിതം നയിപ്പാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൽപ്പിച്ച എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം. മുഴുവൻ മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദി. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.